Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Obtain the half range Fourier cosine series of f of x equal to x square 0 less than x less than 2. ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. ഇവിടെ നമ്മൾ ആദ്യം ഹാഫ് റേഞ്ച് Fourier cosine സീരീസിന്റെ ഫോർമുല എഴുതും. എന്താണ് ഫോർമുല? f of x equal to a0 by 2 plus sigma n equal to 1 to infinity an cos n pi x by l, where a0 is equal to 2 by l integral 0 to l f of x dx. an is equal to 2 by l integral 0 to l f of x into cos n pi x by l dx. In the function f of x defined in the interval 0 less than x less than. ഈ ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷന്റെ ഫോറിയർ കൊസൈൻ സീരീസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? f of x equal to a0 by 2 plus sigma n equal to 1 to infinity an cos n pi x by l, a0 equal to 2 by l 0 to l f of x dx, an equal to 2 by l 0 to l f of x cos n pi x by dx. Function defined in the interval 0 less than x less than a. Okay. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ a0 കണ്ടുപിടിക്കണം. a0 കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഹിയർ l എന്ന് പറയുന്നത് എന്താണ്? Here L is equal to 2 ആണ്. L is equal to 2. Therefore 2 by 2 integral 0 to 2 f of x എന്താണ്? x square dx. That is 2 by 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് x ക്യൂബ് by 3 വരും. 0 to 2 ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 8 by 3. അപ്പോൾ a0ന്റെ വാല്യൂ നമുക്ക് കിട്ടി. a0 is equal to 8 by 3. അടുത്ത നമുക്ക് ആരെ കണ്ടുപിടിക്കണം? a നെ കണ്ടുപിടിക്കണം. a നെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 2 by 2 integral 0 to 2 f of x എന്താണ്? x square cos n pi x cos n pi x by 2. ഇവിടെ ഇതിന് ഒരു 2 കൊടുത്തു. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു x സ്ക്വയർ ഇൻടു cos n pi x by 2 integrate ചെയ്യുന്നത് വരും sin n pi x by 2 divided by n pi by 2 minus x square differentiate ചെയ്യുന്നത് വരും 2x into minus cos n pi x by 2 by n square pi square by 4 plus 2 into minus sin n pi x by 2 by n cube pi cube by 16. ഇവിടെ ഇന്റഗ്രൽ 0 to 2. അപ്പോൾ നമ്മൾ അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ x സ്ക്വയർ ആണ്. x സ്ക്വയർ ഇൻടു sin n pi x by pi by 2 by n pi by 2. രണ്ടാമത് x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x sin n pi x by 2 ഇന്റഗ്രേറ്റ് ചെയ്യാം മൈനസ് cos n pi x by 2 by n square pi square by 4. അടുത്ത കേസിൽ വരുമ്പോൾ 2x into 2 വരും. ഇവിടെ മൈനസ് sin n pi x by 2 divided by n square pi square by 4 ഒരു n pi by 2 വരും. അപ്പോൾ n cube pi cube divided by 8 വരും. n cube pi cube divided by 8. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അടുത്ത കേസിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം 2 അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ ഈ x ന് 2 കൊടുക്കുമ്പോൾ 2 sin n pi യുടെ ഫസ്റ്റ് ടൈം 0 ആയി. രണ്ടാമത്തെ കേസിൽ പ്ലസ് ആണ്. അപ്പോൾ 2 into 2 4. 2 into 2 4 ആണ്. ഇവിടെ cos ഈ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ മൈനസ് 1 റൈസ് ചെയ്യാൻ വരും. ഇവിടെ നമുക്ക് n സ്ക്വയർ pi സ്ക്വയർ by 4. മൂന്നാമത്തെ കേസിൽ x ന് 2 കൊടുക്കുമ്പോൾ ഈ sin n pi 0 ആയി. അപ്പോൾ അവിടെ 0. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ഈ ലോവർ ലിമിറ്റ് കൊടുക്കും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം 0 ആണ്. സെക്കൻഡ് ടൈം 0 ആണ്. മൂന്നാമത്തെ ടൈം 0 ആണ്. ഇവിടെ x ഉള്ളത് 0 ആയി പോയി. ഇവിടെ x ഉള്ളത് 0 ആയി പോയി. ഇവിടെ sin 0 വന്ന് 0 ആയി. അപ്പോൾ 0. അപ്പോൾ ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ an is equal to the value of an. Value of an is equal to എന്ത് കിട്ടും? ഇവിടെ ഈ 4 മുകളിലോട്ട് വരുമ്പോൾ 16 into minus 1 raised to n by n square by square. അപ്പോൾ a ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 16 into minus 1 raised to n by n square by square എന്നാണ് നമുക്ക് a ന്റെ വാല്യൂ. അപ്പോൾ a0 കിട്ടി, a നും കിട്ടി. ഇനി നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a0 എത്ര കിട്ടിയത്? 8 by 3 by 2 plus sigma n equal to 1 to infinity. a എത്രയാണ്? 16 into minus 1 raised to n by n square pi square
cos n pi x by 2 സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ നമുക്ക് 8 by 3 2 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 4/3 4/3 പ്ലസ് ഇവിടെ നമുക്ക് 16/π² പുറത്ത് എടുക്കാം. ബാക്കി എന്തുണ്ട്? സിഗ്മ n equal to 1 to infinity minus 1 raised to n by n square cos n pi x by 2. 4/3 plus 16/π² into n ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? n ന് 1 കൊടുക്കുമ്പോൾ minus 1/1 square cos pi x by 2. n ന് നമ്മൾ 1 കൊടുക്കുമ്പോൾ ഇവിടെ minus 1 raised to 1 minus 1 divided by 1 square cos pi x by 2. ഇനി n ന് 2 കൊടുക്കാം. n ന് 2 കൊടുത്തു കഴിയുമ്പോൾ minus 1 square ആണ്. അപ്പോൾ 1 divided by 2 square cos 2 pi x by 2. cos 2 pi x by 2 എന്ന് പറയുമ്പോൾ 2 cancel cos pi x പ്ലസ് അടുത്ത കേസിലോ n equal 3 കൊടുക്കാം. n equal 3 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? minus 1/3 square cos 3 pi x by 2 plus x. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫോറിയർ സീരീസ്. അവസാനം നമുക്ക് കിട്ടുന്ന ഫോറിയർ സീരീസ് എന്താണ്? 4/3 plus 16/π² minus 1/1 square cos pi x by 2 plus 1/2 square cos pi x minus 1/3 square cos 3 pi x by 2 plus etc. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസിന്റെ ഫോർമുല നമ്മൾ ആദ്യം എഴുതുക. എന്താണ് ഫോർമുല? f of x is equal to a0/2 plus sigma n equal to 1 to infinity an cos n pi x by l where function f of x defined in the interval 0 less than x less than a. a0 എന്താണ്? 2/l integral 0 to l f of x dx. an എന്താണ്? 2/l integral 0 to l f of x into cos n pi x by l dx. ഇവിടെ l എന്താണ്? ഈ ഒരു പ്രോബ്ലത്തിൽ l എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്നത് l is equal to 2 ആണ്. therefore l ന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. a0 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. a0 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8/3 കിട്ടും. an നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. an കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 16 into minus 1 raised to n by n square by square. bn എന്താണ് കിട്ടുന്നത്? bn നമുക്ക് bn കാണേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസിൽ a0 ഉം an മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഹാഫ് റേഞ്ച് സൈൻ സീരീസിലാണെങ്കിലോ bn മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ a0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 8/3 കിട്ടി. an നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 16 into minus 1 raised to n by n square by square കിട്ടി. ഇത് രണ്ടും നമ്മുടെ ഫോർമുലയിൽ സീരീസിന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആ സീരീസ് എക്സ്പാൻഡ് ചെയ്യുക. അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 4/3 plus 16/π² minus 1/1 square cos pi x by 2 1/2 square cos pi x minus 1/3 square cos 3 pi x by 2 plus etc. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിച്ചതാണ് കേട്ടോ. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. നോട്ട് ചെയ്തെടുത്തോളൂ, എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ, ശരി.